വിവാഹത്തിൻ്റെ തലേ ദിവസം നടത്തുന്ന ചില ക്രിയകളാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങളുടെ ഈ ബ്രാഹ്മണരുടെ ഇടയിൽ വിവാഹത്തിൻ്റെ തലേ ദിവസം ആദ്യമായി ഗണപതിക്കിടൽ എന്ന ഒരു ചടങ്ങുണ്ട്. അത് രാവിലെ കഴിയുന്നതും നേരത്തെ ചെയ്യണം എന്നുള്ളതാണ്. രാവിലെ കുട്ടി, അതായത് വധു വന്ന് ഈ ഗണപതി, സരസ്വതി, അതേമാതിരി അവനവൻ്റെ കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത എന്നിവയൊക്കെ പൂജിക്കുമ്പോൾ അവർക്ക് നേദ്യം കൊടുക്കുകയോ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആ ദേവകളൊക്കെ അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങാണ് ഈ ഗണപതിക്കിടൽ എന്ന് പറയുന്നത്. ഇവിടെ വിളക്ക് കത്തിച്ച് കുട്ടി അച്ഛൻ അമ്മ അവർ ഒന്നിച്ച് വരുന്നു. അവിടെ നിന്ന് തൊഴുത് ഒരു പ്രാർത്ഥന നടത്തും. ഗണപതി വന്ദനം. ഗണപതിക്ക് എല്ലാ ദേവകളെയും ഒന്ന് സ്മരിച്ച ശേഷം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്തോളാൻ പറയും. അന്നേരമാണ് ആ കുട്ടി തീർത്ഥമുണ്ടാക്കുന്നു. അതേമാതിരി വിളക്കിൻ്റെ മുമ്പിലായിട്ട് ഗണപതിക്കും സരസ്വതിക്കും പാർവതി, അതേപോലെ ഇഷ്ടദേവത, ഗ്രാമദേവത, ഇങ്ങനെയുള്ളതായിരിക്കും കുലദേവത, ഇവർക്കൊക്കെ അവിടെയൊക്കെ ചന്ദനം പൂവും ആദ്യം മെഴുകി ചന്ദനം പൂവൊക്കെ വയ്ക്കുന്നു. അതിനുശേഷം ചന്ദനം പൂവും അക്ഷതം തീർത്ഥമൊക്കെ കൂട്ടി ഓരോ ദേവതകളെയും സ്മരിച്ചുകൊണ്ട് അവരുടെ ആ ശ്ലോകം എന്തെങ്കിലും അറിയാം, അത് ശ്ലോകം ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കീർത്തനം ചൊല്ലിക്കൊണ്ട് ആ മെഴുകിയ സ്ഥലത്തിടുക ചെയ്യുന്നത്. അങ്ങനെ ഓരോ ദേവതകളെ, ഇപ്പോൾ ആദ്യം ഗണപതിയാണെങ്കിൽ ഗണപതിയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇടുന്നു, മെഴുകിയ സ്ഥലത്ത് വയ്ക്കുന്നു. അതേപോലെ സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്നു. അങ്ങനെ 4-5 സ്ഥലത്തായിട്ട് ഓരോ ദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം അതിനൊക്കെ ജലഗന്ധ പുഷ്പങ്ങൾ അർപ്പിക്കും. എല്ലാവർക്കും ആദ്യം ജലം കൊണ്ട്, പിന്നെ ഗണപതിയാണെങ്കിൽ ഗണപതിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം, അതുപോലെ ചന്ദനം 3 പ്രാവശ്യം, അതുപോലെ പൂവ് 3 പ്രാവശ്യം, അതുപോലെ സരസ്വതിക്ക്, അതേമാതിരി ദേവിക്ക്, അതേപോലെ തന്നെ ഗ്രാമദേവതയായ അവിടെ സുബ്രഹ്മണ്യനാണെങ്കിൽ അത്, അല്ലെങ്കിൽ ശിവനാണെങ്കിൽ അത്, അല്ലെങ്കിൽ അയ്യപ്പനോ, അങ്ങനെ ഏത് ദേവതയാണ് അവർക്ക് ഇഷ്ടദേവത, ആ ഇഷ്ടദേവതയ്ക്കും അതേപോലെ ഗ്രാമദേവതയ്ക്കും ഒക്കെ തന്നെ, പിന്നെ കുലദേവത ദേവിയായിരിക്കും, ദേവിക്കൊക്കെ തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിന് ശേഷം പിന്നെ നിവേദ്യം അർപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. നിവേദ്യം അർപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ താഴെ അതേപോലെ തന്നെ മെഴുകിയിട്ടുണ്ടാവും. മെഴുകി വെച്ച സ്ഥലത്ത് ഈ ഇലയിൽ അപ്പം, മലര്, പഴം, അട അങ്ങനെയുള്ളതൊക്കെ വെക്കുക ചെയ്യുക. അങ്ങനെയൊക്കെ വെച്ചിട്ട് അതും ഇതേപോലെ തന്നെ ജലഗന്ധ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അവർക്ക് നേദ്യം കൊടുക്കുന്നുണ്ട്. അതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അത് കഴിഞ്ഞ് എല്ലാവരെയും പൂവ് ആരാധിച്ച് തൊഴുന്നു. പിന്നെ അവരുടെ കീർത്തനങ്ങളായിട്ടുള്ള ഗണപതിൻ്റെയും സരസ്വതീൻ്റെയും എല്ലാത്തിൻ്റെയും കീർത്തനങ്ങളൊക്കെ പാടി സ്തുതിച്ച് പൂവാരാധിച്ച് തൊഴുത് വിളക്കൊക്കെ വെച്ച് കർപ്പൂരം വെച്ച് എന്നിട്ട് തൊഴുത് 3 പ്രദക്ഷിണമൊക്കെ വെച്ച് നമസ്കരിക്കുകയാണ്.
നമസ്കരിച്ച ശേഷം പിന്നീട് ഇതിൽ നിന്നും പ്രസാദമൊക്കെ എടുത്ത് വേറെ വെച്ച് അത് ആ പ്രസാദം ഇതിന് സമാപ്തിക്ക് ശേഷം ആ പ്രസാദം അച്ഛനും അമ്മയ്ക്കും മുന്നിൽ നിർത്തി അവർക്ക് കൊടുക്കുന്നു ഈ കുട്ടി. എന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്നു. അത് ആ അച്ഛൻ ചന്ദനം തൊടിക്കുന്നു, അമ്മ പൂച്ചു ഒടിക്കുന്നു, അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നു. അന്നേരം അവർക്ക് ഒരു വാൽക്കണ്ണാടി കൊടുക്കും. വാൽക്കണ്ണാടി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ്. ദീർഘസുഖമംഗലിയായിരിക്കട്ടെ, എല്ലാവിധത്തിലുള്ളായിരിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ, ഒരു സന്തുഷ്ടമായൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അച്ഛനും അമ്മയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഗണപതിക്കടൽ എന്ന അല്ലെങ്കിൽ ഈ ആദ്യത്തെ പരിപാടി. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ദേവന്മാരെയൊക്കെ ആദ്യം തൊഴുന്നു. അതാണ് എല്ലാ ദേവതകളുടെയും അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഒരു ചടങ്ങാണ് കാര്യമായിട്ട് ആദ്യമായി ചെയ്യുന്നത്. അതിനൂടെ ഇതേപോലെ തന്നെ ഈ കുട്ടി വന്നു ഇരിക്കുന്നെങ്ങനെ വെച്ചാൽ അവർ സഖിമാരോട് കൂടിയായിരിക്കും. 2 സുമംഗലികളെ കൂടെ വന്നിട്ടാണ് അവിടെ ഈ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അമ്മ കുറച്ച് എണ്ണ എടുത്തിട്ട് 3 പേരുടെയും തലയിൽ കുറേശ്ശെയായിട്ട് ഒഴിക്കുന്നു. ആദ്യം നിലവിളക്കിൽ ഒഴിക്കുന്നു, പിന്നെ 3 പ്രാവശ്യം കുട്ടികളുടെ, അതായത് നടുക്ക് പിന്നെ കല്യാണത്തിൽ കുട്ടി ഇരിക്കുന്നു, അതിൻ്റെ പിന്നെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുമായിട്ട് 2 സുമംഗലികളും ഉണ്ടാവും. അവരുടെ പിന്നെ സാക്ഷികളായി കൊണ്ട് 2 ആളുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ കുളിക്കാൻ പോവുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ തലയിൽ എണ്ണ ഒഴിക്കും, കുറേ കാണിക്കുകയുള്ളൂ ചടങ്ങായിട്ട്. അത് കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് പോകും. അവർ എഴുന്നേറ്റ് പോയിട്ട് കുളിക്കാൻ, സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ കുളമൊക്കെ ഉണ്ടാവും. ആ കുളത്തിൽ പോയിട്ട് കുളിക്കൊക്കെ വേണമെന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ അതൊക്കെ ലോപിച്ച് പോയിട്ടുണ്ട്. അവിടെ പോയി കാലും മുഖമൊക്കെ കഴുകി വന്ന് വീണ്ടും അവർ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ അവർക്ക് ചന്ദനം തൊടിക്കുന്നു, അതേമാതിരി ദശപുഷ്പം ചൂടിക്കുക, മനസ്സിലായി, അവരെ കണ്ണെഴുതുക, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പണികളൊക്കെ അതൊക്കെ അമ്മയാണ് ചെയ്യിക്കുന്നത്. അതിനുശേഷം ഇവരുടെ മുമ്പിലായിട്ട് ഇല വയ്ക്കും, ഭക്ഷണം അതിന് ഊണിനുള്ളതായിരിക്കുന്ന ഇല വയ്ക്കുന്നു. ഒരു ഗണപതിക്കും ഇതേപോലെ ഒരു ഇല വയ്ക്കും. ആദ്യം അവിടെ ഗണപതിക്കാണ് ഈ സാധനങ്ങളൊക്കെ വിളമ്പുന്നത്. അതിലിപ്പം ചോറ്, അതേമാതിരി എല്ലാ വിഭവങ്ങളും, സദ്യക്കുള്ള 4 കറി എന്ന് പറയും, ആ 4 കറികളൊക്കെ വിളമ്പും. അതേമാതിരി ഇവർക്കെല്ലാം വിളമ്പും. അത് കഴിഞ്ഞ് ഗണപതിക്ക് അമ്മ തന്നെ കുടിക്കൽ പാരുക എന്ന് പറയും. സാധാരണ ബ്രാഹ്മണർക്കൊക്കെ വെച്ചാൽ കുടിക്കൽ പാരുക വെച്ചാലും പൂർവ്വസുര അമൃതവസി അമൃതോവസ്രണവസി എന്ന് പറഞ്ഞുള്ള മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും അമ്മ. അത് അതിന് ശേഷം ഇവർക്കും ഇതേമാതിരി എല്ലാ വിഭവങ്ങളും വിളമ്പി അതിന് ശേഷം അച്ഛനും അമ്മയും ഈ കുട്ടിയെ അനുഗ്രഹിക്കുകയാണ്. അതായത് ഈ കുട്ടി പിന്നീട് വരുന്നത് ഭർത്താവോട് കൂടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു കുടുംബിനിയായി മാറുകയാണ്. ഇതുവരെ മകളായിട്ട് ആയിരുന്നല്ലോ, അപ്പോൾ ഇനി അവളൊരു കുടുംബിനി ആവാൻ പോവുകയാണ്. ഭർത്താവോട് കൂടിയിട്ടാണ് പിന്നെ അവരുടെ ജീവിതം ഉണ്ടാകുന്നത്. അപ്പം നിൻ്റെ ജീവിതം സന്തുഷ്ടമായിരിക്കുന്ന ഒരു കുടുംബജീവിതം നിനക്കുണ്ടാവട്ടെ, ആനന്ദപ്രദമായിരിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടാവട്ടെ, എല്ലാം കൊണ്ടും നീ നല്ല സൗഭാഗ്യവതിയായിരിക്കട്ടെ, എല്ലാവർക്കൊക്കെ ഒരു പ്രിയങ്കരിയായിരിക്കട്ടെ. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ സരസ്വതിക്ക് ഈ ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ. അപ്പോൾ അതൊക്കെ നല്ല സംസാരവും പ്രവൃത്തിയൊക്കെ നന്നായിരിക്കട്ടെ, എൻ്റെ ജീവിതം സന്തുഷ്ടമായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നത് അവിടെ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിക്കുക അവർ ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടിയൊക്കെ അത് കഴിഞ്ഞ് ഗണപതിക്ക് ഉദ്ദേശിച്ച് അവർ എഴുന്നേൽക്കുന്നു. ഇതാണ് അയനുണ്ട ചടങ്ങ്. മനസ്സിലായി? ഇത്രയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതും. ഈ 2 ചടങ്ങാണ്. പിന്നെ ഞങ്ങൾക്ക് ക്രിയോട് കൂടിയാകുമ്പം വേറെ പല ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് അവിടെ തിരി തെരക്കലുണ്ട്, അതേമാതിരി പിന്നെ മലര് വറുക്കലുണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അഭിവാദ്യ ചടങ്ങുമുണ്ട്. അത് ഇവിടെയുണ്ട്. അഭിവാദ്യമൊക്കെ ഉണ്ട് എല്ലാവരും. അതായത് ആദ്യം നമ്മൾ ദേവതമാർ പിന്നെ അവരുടെ അനുഗ്രഹം വാങ്ങുന്നു. അവസാനം നമ്മൾ അച്ഛനമ്മമാരുടെയും കാരണവന്മാരുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുന്നു. എന്നിട്ടാണ് കുട്ടി പിന്നെ മണ്ഡപത്തിലേക്ക് പോകുന്നതെന്ന് അർത്ഥം. Gama